നമസ്കാരം. ഹരിപ്പാടിൻ്റെ അടയാളമാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഹരിപ്പാടിന് രാഷ്ട്രീയ കേരളത്തിൽ ഒറ്റ അടയാളമേ ഉള്ളൂ. ആ അടയാളത്തിൻ്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. തൻ്റെ 26ാമത്തെ വയസ്സിൽ 1982 ഹരിപ്പാടിൻ്റെ സ്വന്തമായി മാറിയ രാഷ്ട്രീയ നേതാവ്. അവിടെ നിന്നിങ്ങോട്ട് എത്രയെത്ര രാഷ്ട്രീയ പോരാട്ടങ്ങൾ. ഇടയ്ക്ക് കോട്ടയത്തിൻ്റെയും മാവേലിക്കരയുടെയും ഒക്കെ MP ആയി പോയ കാലയളവ് ഒഴിച്ചാൽ അന്നും ഇന്നും രമേശ് ചെന്നിത്തല ഹരിപ്പാടുകാരനാണ്. ആദ്യമായി ഹരിപ്പാടെത്തി ഏതാണ്ട് 4.5 പതിറ്റാണ്ടിന് ശേഷം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് രമേശ് ചെന്നിത്തല വീണ്ടും ഇറങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവായും കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ തന്നെ സമുന്നത നേതാവായുമൊക്കെ രമേശ് ചെന്നിത്തല മാറിയത് ഈ ഹരിപ്പാട് നിന്നാണ്. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയെന്ന് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോഴേ അദ്ദേഹത്തെ അനുയായികളും സഹപ്രവർത്തകരും ആരാധകരും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമ്മളെന്നുള്ളത് ഹരിപ്പാട്ടെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡല പര്യടനത്തിൻ്റെ കാഴ്ചകളിലാണ്. പോകാം. വോട്ട് രേഖപ്പെടുത്തുന്നത് കേവലം ഒരു MLA-ക്കല്ല, ഒരു മന്ത്രിക്കല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് നമ്മൾ ഹരിപ്പാട്ടുകാർ 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ വോട്ടായി നൽകി വിജയിപ്പിക്കണമെന്ന വിനീതമായ പാലം ആര് നിർമ്മിച്ചു? ആരാണ് നിർമ്മിച്ചത്? ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചത് ആരാണ്? ബംഗാളികളെ കൊണ്ടുപോകാൻ പറയിപ്പിക്കുക. രമേശ് ചെന്നിത്തല ഒന്നും ചെയ്തിട്ടില്ല. ഹരിപ്പാടിന്റെ വികസന വസന്തം നാടിന് സമ്മാനിച്ച ശ്രീ രമേശ് ചെന്നിത്തല 82-ൽ ഹരിപ്പാട്ടെത്തുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ പല റോഡുകളും പൂഴിമണൽ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ആ പൂഴിമണൽ ഉണ്ടായിരുന്ന റോഡുകൾ കറുപ്പിച്ചുകൊണ്ട് ഗ്രാമവികസന മന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ഹരിപ്പാടിന്റെ മണ്ണിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ കൺകുളിർക്കെ കണ്ടവരാണ്. ആ രമേശ് ചെന്നിത്തലയെ ചേർത്ത് പിടിച്ചവരാണ് ഹരിപ്പാട്ട സ്നേഹനിധികളായ ജനാധിപത്യ വിശ്വാസികൾ. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഏകപക്ഷീയമായ മത്സരമാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഹരിപ്പാട് വിജയിക്കും. ഏകദേശം ഹരിപ്പാട്ടത്തെ UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത് 20,000-ൽ പരം വോട്ടിന് അദ്ദേഹം ഹരിപ്പാട് ജയിക്കുമെന്നാണ്. അതിനുള്ള ചിട്ടയായ വർക്കുകൾ അടിത്തട്ടിൽ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മന്ത്രിക്കല്ല മുഖ്യമന്ത്രിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശരിയാണ്. ഈ കേരളം മുഴുവൻ ഇട്ടു നോക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പ്രതീക്ഷയാണ് കേരളത്തിൻ്റെ ജനപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ ജൂനിയറായ ഒരു വരെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ ഇതാണ് സമയം കിട്ടിയിരിക്കുന്നത്. 26 അദ്ദേഹത്തിൻ്റെ ഒരു ശുക്രം കൂടിയാണെന്നാണ് ഹരിപ്പാട്ടുകാരായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 1982 26-ാം വയസ്സിൽ ഇവിടെ വന്ന് ഈ ഹരിപ്പാട് പറഞ്ഞു വിട്ടാണ് ഞങ്ങളുടെ ഹരിപ്പാട്ടുകാരുടെ ഒരു സ്വപ്നമാണ് 1-ാം നമ്പർ കാർ ഈ ചെറുതന ഗ്രാമത്തിൽ ഉൾപ്പെടെ വരണമെന്നുള്ളത്. ആയാവറമ്പൻ്റെ വികസനം, ഹരിപ്പാടിൻ്റെ വികസനം, ഇതെല്ലാം സാക്ഷ്യമാക്കി തീർത്തത് ഞാൻ MLA ആയ ശേഷമാണ്. ഇപ്പം നമ്മളിരിക്കുന്ന റോഡ് BNDC റോഡാണ്. ഇതുണ്ടാക്കിയ ഞാൻ MLA മന്ത്രിയായിരിക്കുന്ന കാലത്താണ്.
ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യണം. അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അയ്യാപുരം കടലിലെ പാലത്തിൻ്റെ കാര്യവും അതോടൊപ്പം ചെക്കിരിക്കാട് റോഡിൻ്റെ കാര്യവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഹരിപ്പാടിന് ഇനിയൊരു സുവർണകാലമാണ്. രമേശ് ചെന്നിത്തല 82 മുതൽ ഹരിപ്പാടിന് സുവർണകാലമാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേള അദ്ദേഹം കോട്ടയം എം പിയും അതോടൊപ്പം തന്നെ മാവേലിക്കര എം പി ആയി മാറിയതിന് ശേഷം വന്നപ്പോഴും സുവർണകാലമായിരുന്നു. ഇനി ഞങ്ങൾക്ക് അതീവ സുവർണകാലമാണ്. കാരണം 1-ാം നമ്പർ കാറ് ഹരിപ്പാട് എത്തുകയാണ്. ഈ പ്രാവശ്യം ഞങ്ങളുടെ നേതാവായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം. ആ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇലക്ഷന് പൊതുജന മധ്യത്തിൽ കയറുന്നതും ഈ വോട്ട് പിടിക്കുന്നതും. അങ്ങനെ ഈ ഹരിപ്പാടിൻ്റെ വികസന നായകൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നു. ആവേശകരമായ പ്രതികരണം. തീർച്ചയായിട്ടും വളരെ മുന്നേറ്റമാണ്. ഹരിപ്പാട് നിയോജക മണ്ഡലം എല്ലാ കാലത്തും എന്നെ പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അത്രമാത്രം ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. എന്നെ എല്ലാവരും അനുഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ പരിഗണനകൾക്കും അതീതമായി ഹരിപ്പാട്ടെ ജനങ്ങൾ എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. എനിക്ക് അവരിൽ വിശ്വാസമാണ്. ഹൃദയത്തിൽ ഹരിപ്പാട്ടെ ജനങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു. ഞാനും തിരിച്ച് സ്നേഹിക്കുന്നു. രണ്ട് ചെറുപ്പക്കാരുമായിട്ടുള്ള പോരാട്ടം. അതായത് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തുടങ്ങി. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രായം കാണില്ല. തീർച്ചയായിട്ടും അവർക്ക് മത്സരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അവർ മത്സരിക്കട്ടെ. എനിക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല. ഒറ്റ കാര്യം കൂടെ മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ പോലാണ് അങ്ങയുടെ വോട്ടർമാർ അങ്ങേ വിശേഷിപ്പിക്കുന്നതും അങ്ങേ വിശേഷിപ്പിക്കാൻ. അതിപ്പോൾ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കരിയാറ്റിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം ആളുകൾ കടന്നു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിലെ ജനങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കരിയാറ്റ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി കടന്ന് ചെറുതലയിലെ കരുവാറ്റയിലെ സ്വീകരണ പരിപാടികൾ കഴിഞ്ഞ് ചെറുതനയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ പര്യടനം എത്തിയിരിക്കുന്നത്. നമുക്ക് പിന്നിൽ കാണാം. പാർട്ടി പ്രവർത്തകരെല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ ചെറുതനയിലെ ആയാപറമ്പിൽ ഉച്ചഭക്ഷണത്തിനായി ഹോട്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അപ്പുറത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് വീണ്ടും ഭക്ഷണത്തിനായി ഇവിടേക്ക് തന്നെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം. ഇവിടെ ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രവർത്തകരാകെ ഇവിടെയുണ്ട്. വളരെ ആവേശകരമായി ഈ സ്വീകരണ പരിപാടി അല്ലെങ്കിൽ മണ്ഡല പര്യടനം മുന്നോട്ട് പോവുകയാണ്. മണ്ഡലത്തിൽ ഈ പര്യടനത്തിലുടനീളം അദ്ദേഹം വോട്ടർമാരോട് പറയുന്ന വാക്കുകളുണ്ട്. ഹരിപ്പാട് നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. തീർച്ചയായും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകർ. എന്താണ് പ്രചരണം എങ്ങനെ പോകും? പ്രചരണം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. യാതൊരു പേടിയും വേണ്ട, ഭയവും വേണ്ട. ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് പുള്ളി ഒന്നാമതായിരിക്കും. രണ്ട് ചെറുപ്പക്കാരുമായിട്ടുള്ള മത്സരമാണ്. രണ്ട് ചെറുപ്പക്കാരായാലും ഞങ്ങളുടെ പ്രായമുള്ള രമേശ് ചെന്നിത്തല തന്നെ ജയിക്കും. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഞങ്ങളുടെ നാട് രമേശ് ചെന്നിത്തലയ്ക്കുള്ളതാണ്. രമേശ് ചെന്നിത്തല ഞങ്ങൾക്കുള്ളതാണ്. അതിന് യാതൊരു തർക്കമില്ല. ആരെന്തൊക്കെ പടക്കം കാണിച്ചാലും ഞങ്ങൾക്കൊരു പേടിയില്ല. ഭൂരിപക്ഷം എത്ര വർദ്ധിക്കുമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ തോന്നൽ. കടന്നു വരികയാണ്. ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രമുഖരും കടന്നു വരികയാണ്. 46 നമ്മുടെ ചിഹ്നം രമേശ് ചെന്നിത്തലയുടെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രമുഖരും കടന്നു വരികയാണ്. 1982 ആദ്യമായി ഈ നിയോജക മണ്ഡലത്തിലെ MLA വന്നയാളാണ് രമേശ് ചെന്നിത്തല. അന്നു മുതൽ ഇങ്ങോട്ട് ഓരോ പ്രാവശ്യവും അദ്ദേഹം തോൽവി എന്ന് പറയുന്നത് ഈ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ കണ്ടിട്ടില്ല. അതിന് തക്കതായ കാരണമുണ്ട്. കാരണം 82 ഒരു കേരളത്തിൽ MLA അദ്ദേഹം വരുന്ന സമയത്ത് 26 വയസ്സിൽ കൂടുതൽ പ്രായമില്ല. പക്ഷേ അത് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒന്നായിരുന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അനുഭവത്തിൽ കൂടെ പറയുന്ന കാര്യമാണ്. ചെറുതന പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളൂ, അന്ന് ഞാൻ ചെറുതന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും
ഏതെന്ന് മാറ്റിവെച്ചാൽ രമേശ് ചെന്നിത്തലയെ മാറ്റിവെച്ചിട്ട് ഒന്നുപോലും പറയാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. കാരണം ഓരോ സ്വീകരണ സ്ഥലത്തും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഈ ചെറുതന പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരു നല്ല പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ചെറുതന വടക്കേക്കരയിൽ ഉണ്ടാക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ കാലത്താണ്. എനിക്കിപ്പോഴും വളരെ വ്യക്തമായ ഓർമ്മയുണ്ട്. കാരണം 82-ൽ ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയായുള്ള ഗവൺമെൻറ് കേരളം ഭരിക്കുന്ന അവസരത്തിൽ അന്ന് KGR കർത്ത എന്ന് പറയുന്ന ആളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി. അദ്ദേഹത്തിനിടയ്ക്കിൽ ഞാനും രമേശ് ചെന്നിത്തലയും അടക്കം ചെന്ന് ചെറുതന PSCയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. രമേശ് ആദ്യമായി എൻ്റെ അടുക്ക് വന്ന് പറയുന്ന കാര്യമാണ്, ഇത് ഞാൻ നടപ്പാക്കിയിരിക്കും. അത് അതേപടി തന്നെ നടത്തി അത് PHC ആക്കി ഉയർത്തി. ഇന്ന് 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം അവിടെ നടക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുതന പഞ്ചായത്തിൻ്റെ നിന്ന് മാത്രമല്ല സമീപ പ്രദേശത്തെ പഞ്ചായത്തുകൾക്ക് പോലും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിലുള്ള വലിയ വികസന പ്രവർത്തനമാണ് രമേശ് ചെന്നിത്തലയിൽ അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തൊട്ടുമുമ്പുള്ള റോഡ് ഹരിപ്പാട് ചക്രിക്കാട് റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഹരിപ്പാട്ട് അതായത് നമ്മുടെ നാഷണൽ ഹൈവേക്ക് NH66 പാരലായിട്ട് പോകുന്ന ഈ റോഡ് രമേശ് ചെന്നിത്തലയാണ് തുടക്കം കുറിച്ചത്. ഹരിപ്പാട് മുതൽ ആയാപറമ്പ് കടവ് വരെ PWD റോഡും ആയാപറമ്പ് മുതൽ ചക്രിക്കാട് വരെയും, അതായത് ചെറുതന പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തി അവിടെ വരെ 8 മീറ്റർ വീതിയുള്ള റോഡും എടുത്തിട്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ് ഏറ്റെടുത്താൽ മാത്രം മതി. ഒരേ ഒരു പാലം മാത്രം നമ്മുടെ ചെറുതുരുത്ത് ചക്രിക്കാട് ഭാഗത്ത് ഒരു പാലം കൊണ്ടുണ്ടായാൽ ഇപ്പോഴും ചെറുതനക്കടവിലെ പാലത്തെ കൂടെ ഈ പ്രദേശത്ത് പോകാൻ സൗകര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ആയാപറമ്പ് കടവിൽ പാലമുണ്ടാകും. അതുകൂടെ വരികയാണെങ്കിൽ വളരെ വേഗത്തിൽ, അതായത് ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ ഹരിപ്പാട്ട് നിന്നും തകഴിയിലെത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രദേശത്തെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഹരിപ്പാട് നിന്നൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ഗംഭീരനായ പ്രതിപക്ഷ നേതാവാണ് അല്ലേ? അപ്പോൾ ഹരിപ്പാട് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരിപ്പാടിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന, കേരളത്തിൻ്റെ മുഖച്ഛായ കഴിയാൻ കഴിയുന്ന പ്രഗത്ഭനായ, കരുത്തനായ, ശക്തനായ മുഖ്യമന്ത്രിയായ രമേശ് ചെന്നിത്തല വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. നമ്മുടെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നു. ഈ നിങ്ങളങ്ങനെ കാര്യമായിട്ടൊരു മത്സരം പ്രതീക്ഷിക്കുന്നില്ലോ അല്ലേ? ഇവിടെ ഉണ്ട് മത്സരം ഇല്ല എന്ന് പറഞ്ഞു പോകുന്ന നമ്മൾ അത് ചെയ്യുന്ന തെറ്റാണ്. ജയിക്കുന്നുള്ള കാര്യത്തിൽ 100% അത് 100%, 101% അത് ജയിച്ചിരിക്കും. ഇതുപോലെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള മറ്റൊരു MLA-മാരും ഈ അടുത്ത സമയത്തെങ്ങും ഇവിടെ വന്നിട്ടില്ല. മുൻപ് ഇത് ശരിക്കും ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലമായിരുന്നു. ആ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല ഇത് പിടിച്ചെടുക്കുന്നത്. 1982 അദ്ദേഹം ഹരിപ്പാട്ട് വന്ന് കാലുകുത്തിയതിനു ശേഷം മാത്രമുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമേ ഹരിപ്പാട്ടുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ, ഹരിപ്പാട് കോടതി, ഹരിപ്പാട് റവന്യൂ ടവർ, ഇലക്ട്രിസിറ്റി ഓഫീസ്, KSRTC ബസ് സ്റ്റാൻഡ്, 2 ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോലെ, 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോലെ ഉണ്ടായിട്ടുള്ള ആറാട്ടുപുഴ വലിയഴിക്കൽ റോഡ്, കരുവാറ്റ കുമാരകുടി പാലം, ഹരിപ്പാട് ചെറുതനപ്പാലം, ഹരിപ്പാട് പാണ്ടിപ്പാലം, അങ്ങനെ ഒട്ടേറെ വികസനം, ഹരിപ്പാടത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വികസനം, താലൂക്ക് ആശുപത്രിയുടെ വികസനം. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കപ്പെടുന്നതാണ് താലൂക്ക് ആശുപത്രി ഹരിപ്പാട്ട്. ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരുവാറ്റയിൽ 25 കോടി രൂപ 25 ഏക്കർ വിസ്തൃതമായ പ്രദേശത്ത് വലിയ തരത്തിലുള്ള മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്ന പദ്ധതിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ സ്വപ്ന പദ്ധതിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അത് ഈ ഓരോ സ്വീകരണ സ്ഥലത്തും അത് പറയുന്നുണ്ട്. അത് വലിയ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതായത് ജനങ്ങളുടെ ആകെ ഏറ്റവും വലിയ പറയുന്ന മനസ്സിലായി. ഇപ്പോൾ ഇവിടുന്ന് നേരത്തെ ഈ ഒരു മെഡിക്കൽ കോളേജ് വന്നതിനെ തകർക്കാൻ നിന്നത് ഇടതുപക്ഷക്കാരാണ്. അന്ന് പറഞ്ഞാൽ വണ്ടാനം മെഡിക്കൽ കോളേജാണ് അവിടെ. പക്ഷേ അന്ന് ആ വണ്ടാനം മെഡിക്കൽ കോളേജിന് ഏറ്റവും കൂടുതൽ വേണ്ടി വാദിച്ചാണ് ബഹുമാനപ്പെട്ട G. സുധാകരനാണ്. പക്ഷേ ഇപ്പം G. സുധാകരൻ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പാനലിൽ മത്സരിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നാലും കൂടുതൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ ഏറ്റവും ശക്തമായി എതിർത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷേ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് എൽമെക്സ് ഹോസ്പിറ്റല് കരിയിലക്കുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പം 100% പ്രൈവറ്റ് ഏജൻസീസിനെ സഹായിക്കാൻ വേണ്ടിയാണ്
ഇവിടുത്തെ മെഡിക്കൽ കോളേജിനെ എതിർത്തതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇവിടുത്തെ പ്രവർത്തനരഹിതമാക്കിയിട്ട് എൽമെക്സ് ഗായംകുളത്ത് ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി. ഞാൻ ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 1 മാസത്തിനുള്ളിൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉമ്മൻചാണ്ടി തറക്കല്ലാണെങ്കിൽ അത് കിളിക്കില്ല. അവിടെ മെഡിക്കൽ കോളേജ് വന്നു ചേരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വികസനത്തിന്റെ പുതുപുത്തൻ ഭാവങ്ങൾ വെട്ടി തുറന്നുകൊണ്ട് അടുത്ത നിയമസഭയിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ നേതാവ് വിജയശ്രീ ലാളിതനായി കടന്നു വരും. 82-ൽ 26ാമത്തെ വയസ്സിൽ ഹരിപ്പാട് MLA എത്തിയതാണ് രമേശ് ചെന്നിത്തല. 44 വർഷത്തിന് ശേഷം പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഹരിപ്പാട്ട് കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെല്ലാം ഭാവി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്താണ് തോന്നുന്നത്? ഹരിപ്പാട്ടെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ആഗ്രഹിച്ചത്, നിർഭാഗ്യവശാൽ അത് ആയില്ല. ഈ പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്ന് ഹരിപ്പാട്ടെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം പുള്ളി ഇവിടെ ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കാണുന്നത്. കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് 5 വർഷം ഹരിപ്പാട് ഒട്ടനവധി എല്ലാ മേഖലയിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ മറ്റ് തൊട്ടടുത്ത് ഭരണകക്ഷി MLAമാർ നടത്തിയിട്ടുള്ള വികസനത്തെക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും പാർലമെൻ്റ് രംഗത്തെ വലിയ വിശാലമായ ബന്ധങ്ങളുമൊക്കെ ഉപയോഗിച്ച് വലിയ പദ്ധതികളും ഒട്ടനവധി കാര്യങ്ങൾ വലിയ വികസന ആ UDFൻ്റെ ഭരണകാലത്തുള്ള അത്രയും വികസനങ്ങൾ നേടിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു സാധാരണ ഒരു പ്രതിപക്ഷ MLAക്ക് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭരണമാറ്റമുണ്ടായപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ വലിയ പദ്ധതികൾ ഹരിപ്പാട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചാലേ 1-ാം നമ്പർ കാർഡ് ഹരിപ്പാട്ടേക്ക് വരണമെന്നാണ് ഹരിപ്പാട്ടെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ, ഈ മണ്ഡലത്തെ വികസനത്തെ ആഗ്രഹിക്കുന്നവരെല്ലാം ചിന്തിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നതും വോട്ട് ചെയ്യുന്നതും. വികസന നായകൻ സിന്ദാബാദ്, രമേശ് ചെന്നിത്തല സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, ഐക്യമുന്നണി സിന്ദാബാദ്. എന്നെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി. എത്രയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അത്രയും അതാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം. നല്ല പ്രചരണമാണ്. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഭൂരിപക്ഷത്തോട് ജയിക്കും. പിന്നെ സംശയമില്ല കാര്യത്തിൽ നമ്മുടെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഉഗ്രനായിട്ട് ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഞങ്ങളുടെ മനസാക്ഷിയുടെ മൂകാരം ഒട്ടാവുകൾ ചെയ്യിപ്പിക്കണമെന്ന വിനോദമായ രമേശ് ചെന്നിത്തല മണ്ഡല പര്യടനം തുടരുകയാണ്. വരുന്ന വഴിക്കാണ് ഒരു കാഴ്ച കണ്ടത്. കണിക്കൊന്നൊക്കെ ആയിട്ട് ഒരു സംഘം അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നു. ഇവർ ഹരിപ്പാട് മണ്ഡലംകാരല്ല, കുട്ടനാട് മണ്ഡലംകാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? എന്താണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവ് നമ്മുടെ ഏറ്റവും വലിയ ദൈവമാണ്. അദ്ദേഹം ചെയ്ത പ്രവൃത്തിയാണ് ഹരിപ്പാടിൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും വലുത്. അദ്ദേഹം വള്ളംകളിയോടും ഞങ്ങളുടെ ഗൃഹത്തോടും അദ്ദേഹം ആണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഗ്രാമവികസന മന്ത്രിയായി, കോൺഗ്രസിൻ്റെ വലിയ നേതാവായി. ഞങ്ങളെയൊക്കെ നേരിട്ടറിയാം. ഞങ്ങളുടെ പേര് എന്നെ വിളിക്കും ജിമ്മ എന്നാണ് വിളിക്കുന്നത്. ഈ കുട്ടനാട്ടിലെ ഞങ്ങളുടെ ഇവിടുത്തെ കൈപ്പത്തി ചിഹ്നമാണേലും കോൺഗ്രസ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും മണി ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാ നേതാക്കന്മാരെയും എന്നുവെച്ചാൽ മുസ്ലിം ലീഗ് പുള്ളിക്ക് ജാതിയോ മതമോ ഒന്നുമില്ലാതെ ഇന്ന് ഇന്ത്യയിലെ ചെറുപ്രായത്തിൽ ഏറ്റവും വലിയ നേതാവായ രമേശ് ചെന്നിത്തല സാറ് ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ് ഹരിപ്പാടിൻ്റെ. അത് തീർച്ചയായിട്ടും ആകേണ്ടതാണ്. പാർട്ടി തീരുമാനിക്കും.
പുള്ളിയും പറയുന്നത് പാർട്ടി തീരുമാനിക്കും. ഞങ്ങളുടെ അഭിപ്രായം അതിന് പാർട്ടി തീരുമാനിക്കും. വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം കാണും. കുട്ടനാട്ടുകാരാണല്ലോ. തീർച്ചയായിട്ടും. ഞാൻ 6-ാം വാർഡിൽ മത്സരിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 45 വോട്ടിൻ്റെ കുറവാണ് ഞാൻ പരാജയപ്പെട്ട്. പക്ഷേ ആ പരാജയം ഞങ്ങൾ ഇതിലൂടെ നികത്താനാണ് ഞങ്ങൾ ഒന്നിച്ച് നിന്ന് തീരുമാനിച്ചേക്കുന്നത്. അതെ, അത് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. ഹരിപ്പാട് നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു. ഇനിയും മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വികസനം അതിഗംഭീരമായിട്ട് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്യും. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടിരുന്നപ്പോഴും അദ്ദേഹം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അന്ന് ഈ പ്രദേശത്ത് ഒരുപാട് കഞ്ചാവ് കേസ് കെട്ടൊക്കെ അദ്ദേഹം പിടിച്ചു. അല്ലാതെ തന്നെ നല്ല പ്രവർത്തനം അദ്ദേഹം കാഴ്ച. അതാണ് അപ്പോൾ രമേശ് ചെന്നിത്തലയെ കാത്തു നിൽക്കുകയാണ് ഇവരെല്ലാം. അല്പസമയത്തിനകം അദ്ദേഹം ഈ വഴിത്താരയിലൂടെ കടന്നു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും പറയണ്ടോ? ഞങ്ങളുടെ വള്ളംകളിക്ക് എല്ലാ വള്ളത്തിനും തിരുവോണം നാളിൽ അദ്ദേഹം ഞങ്ങൾ സ്വീകരിക്കുന്ന ദിവസമാണ്. അദ്ദേഹം ഹരിപ്പാടിൻ്റെ ഹൃദയമാണെങ്കിലും എല്ലാ ഹൃദയവും പായിപ്പാട്ടാരിലാണ്. ഈ നാടിന്റെ പ്രിയപ്പെട്ടവർ ഒരായിരം നന്ദിയർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. മുഖ്യനായി തിരിച്ചു വരണം. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യനായി തിരിച്ചു വരണം. അർജുന സാരഥിയായി വിശ്വനാഥനദുവ അർജുന സാരഥിയായി അർജുന സാരഥിയായി വിശ്വനാഥനദുക തകർത്തി അതി തോതി തോതി ബന്ധമെന്തൂരാജയ ബന്ധമെന്തൂരാജയ ദിത്തത്താദിത്തൈ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.